let's dive into art. സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലൈനാണ്. എന്താണ് ലൈൻ? ഞാനിപ്പോൾ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള ഒരു നേർരേഖയാണ് ലൈന്. അപ്പോൾ ലൈൻ തന്നെ പല വിധത്തിൽ ലൈൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് വരയ്ക്കണം ലൈനിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കർവായിട്ട് ലൈൻസ്, ഓക്കെ, പിന്നെ സ്പൈറലായിട്ട്. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ലൈൻസുകൾ നമുക്ക് ഡ്രോയിങ്ങിന് ആവശ്യമുണ്ട്. ഇനി നോക്കാനുള്ളത് ഈ ലൈൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രോയിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഡ്രോയിങ് തുടക്കമാണല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈയിൻ്റെ ഫ്ലോ നല്ല വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ലൈൻസ് നല്ല പ്രാക്ടീസ് ചെയ്യണം. കുറച്ചൊക്കെ ക്ഷമ വേണം കേട്ടോ. ഇതാ ഞാനിവിടെ കുറച്ച് സ്പൈറൽ ഷേപ്പ് ലൈൻസ് വരയ്ക്കുന്നു. ഇനി ഇത് തന്നെ നമ്മളെ ഈ കൈയിൻ്റെ ഈ പാം പോർഷൻ പേപ്പറിൽ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വരയ്ക്കുക. ആദ്യം നമ്മളൊരു ഡോട്ട് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊക്കിയെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒരു ഡോട്ട് ഇടുന്നു, പിന്നെ ഇങ്ങനെ സ്പൈറലായിട്ട്. ഓക്കെ, വലുതും ചെറുതുമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളല്ലേ? ഇനി അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനെ കർവായിട്ട് ലൈൻസാണ്. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ലൈൻസ് വരയ്ക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ലൈൻസ് ഇങ്ങനെ പൊട്ടിയിട്ടുള്ള ലൈൻസ് വരയ്ക്കരുത്. അതായത് ലൈൻ നിർത്തി പിന്നീട് എടുത്ത് നല്ല ഫ്ലോ ഉള്ള ലൈൻസ് അങ്ങനെ തുടങ്ങിയിട്ട് നല്ല സ്മൂത്തായിട്ട് പോകണം. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. വെരി സിമ്പിളാണ് അല്ലേ?